നല്ല കൊതിയൂറുന്ന അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തി ഉണ്ടാക്കിയാലോ? ചോറിന് ഈ ഒരു ചമ്മന്തി മാത്രം മതി. അതിനായിട്ടൊരു 10-12 ചെറിയുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ഒരകല്ലിലോ അമ്മിയിലോ ഒക്കെ ഇട്ട് ചതച്ചെടുത്താലാണ് ഈ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ചതച്ചെടുത്ത ചെറിയുള്ളിയിലേക്ക് 1 ടീസ്പൂണ് ചതച്ചെടുത്ത ചുവന്ന മുളക്, നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ ഇത് നന്നായി കുഴച്ചെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. ഈ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ അല്ല, ചൂടാക്കി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, കാരണം ഇത് ചൂടുണ്ടാവും. അപ്പോൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ചോറിന് ഈ ഒരു ചമ്മന്തി മാത്രം മതി. ഈ ചമ്മന്തി കൂട്ടിയിട്ട് ഇഷ്ടം പോലെ ചോറ് കഴിക്കാൻ പറ്റും. വേറെ ഒരു കൂട്ടാനൊന്നും വേണ്ട. അടിപൊളി ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്